MG പ്രതീഷ് സന്നിധാനത്ത് ഉണ്ട്. പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, സംക്രമ പൂജ എന്നത് സംക്രമ ദിവസത്തെ മകരസംക്രമ സന്ധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ്. അത് പൂർത്തിയാക്കിയാണ് മണികണ്ഠന്റെ തിരുനട അടച്ചിരിക്കുന്നത്. സംക്രമ പൂജ വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. യഥാർത്ഥത്തിൽ ഈ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്ന ആ കൃത്യമുഹൂർത്തം എന്നത് 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ് അല്ലെങ്കിൽ 13 സെക്കൻഡ് ആകുമ്പോഴായിരുന്നു. ആ സമയത്ത് സംക്രമ പൂജ സന്നിധാനത്ത് നടന്നു. അത് ദർശിച്ച് ഭക്തർ അവിടെ തുടരുകയാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും പരിസര പ്രദേശങ്ങളും മനോഹരമായി അലങ്കരിച്ചു. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം കഴുകി വൃത്തിയാക്കി. ശബരിമലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ മകരസംക്രമ ദിവസം. സംക്രമ സന്ധ്യയിലെ ദീപാരാധനയും സംക്രമ പൂജയും എന്നത് ഓരോ തീർത്ഥാടന കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത് ശബരിമലയിൽ പ്രതിഷ്ഠ നടന്ന ദിവസം സംക്രമ ദിവസമാണ്, മകരസംക്രമ ദിവസമാണെന്ന് പറയുന്നു. മണികണ്ഠൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചത് ഈ സംക്രമ ദിവസമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. അങ്ങനെ പലതരത്തിൽ ശബരിമലയെ സംബന്ധിച്ച് ഈ സംക്രമ ദിവസം പ്രത്യേകതകൾ ഉള്ളതാണ്. അവിടെ സംക്രമ പൂജ ദർശിക്കാനൊക്കെയുള്ള ഭക്തരുടെ തിരക്ക്, സംക്രമ പൂജ എത്രത്തോളം ഭക്തിസാന്ദ്രമായിരുന്നു, എന്താണ് ആ സമയത്തുണ്ടായിരുന്ന അവിടുത്തെ ഭക്തരുടെ ഒരു പ്രതികരണം, എത്ര മനോഹരമായിരുന്നു ആ കാഴ്ചകൾ പ്രതീക്ഷ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരസംക്രമ ദിവസമായ ഇന്ന്. മകരസംക്രമ പൂജ അല്പസമയം മുമ്പാണ് ശബരിമല ശ്രീകോവിലിൽ പൂർത്തിയായത്. വിജയകുമാർ പറഞ്ഞതുപോലെ 3:08 മകരസംക്രമ പൂജ നടന്നത്. ക്ഷേത്ര മേൽശാന്തിയുടെയും തന്ത്രിയുടെയും നേതൃത്വത്തിലാണ് ശബരിമലയിൽ മകരസംക്രമ പൂജ നടന്നത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച നെയ്യ് ഉപയോഗിച്ചാണ് അഭിഷേക ചടങ്ങുകൾ നടന്നത്. അത്തരത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷ ാണ് നിലവിൽ ശബരിമല സന്നിധാനം. ഇനി തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ഒരു കാത്തിരിപ്പാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. 6 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. പരമ്പരാഗത കാനനപാത കടന്ന് ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് 3-ാം നാളാണ് ശബരിമല സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. ശബരിമല ADMന്റെ നേതൃത്വത്തിലാണ് ശരംകുത്തിയിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നത് ശബരിമല ഈ കൊടിമര ചുവട്ടിലുള്ള ദൃശ്യങ്ങളാണ്. ഈ കൂടുതൽ പോലീസുകാരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിന്യസിക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കൊടിമര ചുവട്ടിൽ പുരോഗമിക്കുന്നത്. ഈ കൊടിമര ചുവട്ടിലാണ് 18-ാം പടി കയറിയെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചേർന്നാണ് ആദ്യം ഈ തിരുവാഭരണ ഘോഷയാത്ര ഈ കൊടിമര ചുവട്ടിൽ സ്വീകരിക്കുക. അതിനുശേഷം ശ്രീകോവിലേക്ക് പ്രവേശിച്ച് അവിടെ തന്ത്രിയുടെയും ഒപ്പം ക്ഷേത്ര മേൽശാന്തിയുടെയും നേതൃത്വത്തിലാണ് ഈ 1-ാം പേടകത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ അയ്യപ്പനിൽ ചാർത്തുന്നത്. അയ്യപ്പനെ ചാർത്തിയ ശേഷം ദീപാരാധന ആരംഭിക്കും. ദീപാരാധന തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ ഒരു പുണ്യ മുഹൂർത്തത്തിനായി, പുണ്യ നിമിഷത്തിനായാണ് ഇപ്പോൾ ഭക്തലക്ഷങ്ങൾ ശബരിമല സന്നിധാനത്ത് കാത്തിരിക്കുന്നത്. ഈ വലിയ നീണ്ട നാളത്തെ ഒരു വ്രതശുദ്ധിയുടെയും കാത്തിരിപ്പിന്റെയും ഒരു ദിവസം കൂടിയാണിന്ന്. ഈ വൃശ്ചിക മാസം തന്നെ മാലയിട്ട് 41 ദിവസം വ്രതം നോറ്റ് ഈ മണ്ഡല മകരവിളക്ക് ദിവസത്തിനായി കാത്തിരിക്കുന്ന തീർത്ഥാടകരുണ്ട്. ആ ഒരു ദിവസം കൂടിയാണ്. തീർത്ഥാടകരുടെ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. 2 ദിവസമായി പർണശാലകൾ ഒരുക്കി മകര ജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്ന തീർത്ഥാടകരാണ്. ഈ കേരളത്തിന് പുറത്തു നിന്നുള്ള തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ ഈ ശബരിമല സന്നിധാനത്ത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഈ പാണ്ടിത്താവളത്തിലും മറ്റിടങ്ങളിലുമൊക്കെ തന്നെ ഈ സ്ഥല പരിമിതി ഉണ്ട്. പക്ഷേ ചെറിയ ഒരു ഇടത്ത് പോലും ഈ പർണശാലകൾ ഒരുക്കി ഈ തീർത്ഥാടകർ മകരജ്യോതിക്കായി കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 6:25 തന്നെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലെത്തും. 6:30 തന്നെ ദീപാരാധന ആരംഭിക്കും. ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യപ്പ ദർശനം, അതിനുവേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് തീർത്ഥാടകരെ സംബന്ധിച്ച്. മകരജ്യോതി കണ്ട് അയ്യപ്പനെ, തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള അയ്യപ്പനെ ദർശിച്ച് മലയിറങ്ങണം എന്നുള്ള ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സഫലമാകുന്ന ആ ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ തീർത്ഥാടകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. പൊന്നമ്പല മേട്ടിൽ മകരജ്യോതി തെളിയുന്ന ആ ഒരു നിമിഷത്തിനായി ഓരോ തീർത്ഥാടകരും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മകരസംക്രമ പൂജ നടക്കുന്ന ആ ഒരു ഘട്ടം മുതൽ നീളങ്ങൾ ശബരിമല ശ്രീകോവിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. നേരത്തെ പമ്പയിൽ നിന്ന് ഈ ശബരിമല
സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകരെ 18-ാം പടി കയറ്റിയ ശേഷം ഇവിടെ നിന്ന് വടക്കേ നടയുടെ ഭാഗങ്ങളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അത്തരത്തിൽ ഇനി മകരസംക്രമ പൂജ കഴിഞ്ഞ് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശേഷമായിരിക്കും ഈ തീർത്ഥാടകരെ ഇനി ഈ ശ്രീകോവിലിന് സമീപത്തേക്ക് പ്രവേശിപ്പിക്കുക. ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. നിരവധി പേരാണ് ഈ ഒരു നിമിഷത്തിനായി അല്ലെങ്കിൽ ഈ ഒരു മകരജ്യോതി കണ്ട അയ്യപ്പ ദർശനത്തിനായി കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.